തഗ് ലൈഫ് സിനിമ പ്രദർശനത്തിന് സുരക്ഷ ഉറപ്പാക്കുമെന്ന് കർണാടക സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ആൾക്കൂട്ടത്തിന്റെ വികാരം കണക്കിലെടുത്ത് സിനിമ വിലക്കാനാകില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കർണാടക സർക്കാർ കോടതിയെ നിലപാട് അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, സുപ്രീം കോടതിയുടെ വിധി എപ്പോഴായിരിക്കും വരിക? കർണാടകയിൽ പ്രദർശന അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു വിധി അത് ഇന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ലക്ഷ്മി, ഇന്ന് വൈകിട്ട് സുപ്രീം കോടതി ഹർജി പരിഗണിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം കർണാടക സർക്കാരിനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. കമലഹാസന്റെ സിനിമയായ തഗ് ലൈഫിന് പ്രദർശന നിരോധനം ഏർപ്പെടുത്തിയത് ആൾക്കൂട്ടത്തിന്റെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് എന്ന രീതിയിൽ കർണാടക സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ആൾക്കൂട്ടം ഒരു സിനിമയെ നിയന്ത്രിക്കാനാവില്ല. സിനിമ പ്രവർത്തകർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. സിനിമ റിലീസ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഇത് സംബന്ധിച്ച് കർണാടക സർക്കാർ നിലപാട് അറിയിക്കണം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ കർണാടക കോടതിയെ അറിയിച്ചിട്ടുള്ളത് എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കും. ഈ സിനിമ റിലീസിങ്ങിന് പൂർണ്ണമായും സംരക്ഷണം സർക്കാർ ഒരുക്കും എന്ന് തന്നെയാണ്. ഏതായാലും ഇന്ന് വൈകിട്ടോടെ കോടതി ഈ ഹർജി പരിഗണിച്ച് ഇതിൽ ഒരു തീരുമാനമുണ്ടായേക്കും. നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഈ കമലഹാസന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായതും തിയേറ്റർ കത്തിക്കും എന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതി ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിന് മറുപടിയാണ് പറയേണ്ടത്, അല്ലാതെ ഇത്തരത്തിലുള്ള ഭീഷണി അല്ല വേണ്ടത് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ സർക്കാർ നിലപാട് അറിയിച്ചത്. തഗ് ലൈഫ് സിനിമ പ്രദർശനത്തിന് സുരക്ഷ ഉറപ്പാക്കുമെന്ന് കർണാടക സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിന്റെ വികാരം കണക്കിലെടുത്ത് സിനിമ വിലക്കാനാകില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വൈകിട്ടോടെ വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. ഷപ്നയാണ് വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന്.